ഹായ്, വെൽക്കം ടു ഹാപ്പി റെസിപ്പി ഹൗസ്. ഇന്ന് നമ്മൾക്ക് ഒരു ഈസി മാക്രോണി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാ എന്ന് കണ്ടാലോ? വൈറ്റ് സോസ് മാക്രോണിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മാക്രോണി 3 കപ്പ്, ക്യാപ്സിക്കം 1 ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 1 ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 5 എണ്ണം ചെറുതായി അരിഞ്ഞത്, പാൽ 1 ലിറ്റർ, ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ 3 ടേബിൾ സ്പൂൺ, ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്, സ്പ്രിംഗ് ഓണിയൻ 1 ടേബിൾ സ്പൂൺ, ബട്ടർ 3 ടേബിൾ സ്പൂൺ, ചീസ് 3 സ്ലൈസ്, ഒറിഗാനോ 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, പെപ്പർ 1/4 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ചിക്കൻ സോസേജ് 5 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇനി നമ്മൾക്ക് മക്രോണി വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളവും ഉപ്പും എണ്ണയും ഇട്ട് തിളപ്പിച്ചതിനു ശേഷം മക്രോണി ഇട്ടുകൊടുക്കാം. മക്രോണി വെന്തുപോകാതെ ശ്രദ്ധിക്കണം. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് മക്രോണി മാറ്റിവെക്കണം. അടുത്തതായി നമ്മൾക്ക് പാസ്ത മിക്സ് ഉണ്ടാക്കാം. ഒരു പാനിൽ ബട്ടർ ഇട്ട് ചൂടായ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് പച്ചമണം മാറും വരെ ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ടുകൊടുക്കാം. സവാള ഒന്ന് മൂത്തുവരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയനും ഇട്ട് നന്നായി ഇളക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ഇട്ട് നന്നായി ഇളക്കുക. ഇതിന്റെ എല്ലാം ഒരു പച്ച ടേസ്റ്റ് മാറുമ്പോൾ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ഉപ്പിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തു മാറ്റിവെക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ മിക്സ് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടിയിട്ട് നന്നായി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് ചീസ് സ്ലൈസ് ഓരോന്നായിട്ട് ഇളക്കുക. ഒരു തിക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോൾ അതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വെജിറ്റബിൾ സോസേജ് മിക്സ് ആഡ് ചെയ്തു നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഏറ്റവും അവസാനമായി വേവിച്ചു വെച്ചിരിക്കുന്ന മാക്രോണി ആഡ് ചെയ്ത് നല്ല പോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റി വൈറ്റ് സോസ് മാക്രോണി പാസ്ത റെഡി.